മിനിസ്റ്റർ വി എൻ വാസവൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടക്കാൻ പോകുന്നൊരു സമയമാണ്. പ്രതിഷേധമാണെങ്കിൽ പ്രതിപക്ഷമാണെങ്കിൽ ഒരു വലിയ പ്രതിഷേധത്തിലുമാണ് ഈ വിഷയത്തിൽ. അവരുടെ രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കുന്നു. തിരുവോണം സുന്ദരമായ ഒരു ദിവസമാണ്. നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല, കോട്ടയത്തുകാർക്ക് ഓണം ഒരു പ്രത്യേക വെറൈറ്റി ഓണമാണ്. മിനിസ്റ്റർ വെരി ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. തിരുവോണം, ഹാപ്പി ഓണം. കോട്ടയത്ത് എങ്ങനെയാ പൊതുവേ ഒരു ഓണം ദിനമൊക്കെ എങ്ങനെയായിരിക്കും കോട്ടയത്ത്? നമ്മളിങ്ങനെ പല നാട്ടിലെ ഓണത്തെക്കുറിച്ച് പറയായിരുന്നു. പൊതുവെ സമാധാന അന്തരീക്ഷത്തിൽ എല്ലാവരും ഐക്യത്തിൻ്റെയും അതുപോലെ തന്നെ സമത്വഭാവനയുടെയും ഒക്കെ അന്തരീക്ഷത്തിൽ മാവേലി മന്നനെ വരവേക്കാൻ നാടും നഗരവും എല്ലാം കോട്ടയത്തും അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞ് ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ കുളം തീർത്തും പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട അങ്ങനെ ഓണ വിഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ആസ് യൂഷ്വൽ. ഓണസദ്യ വീട്ടിൽ തന്നെയാണോ അതോ ഇന്നിപ്പോ തിരക്കുണ്ടോ? രാവിലെ ഒരു 3-4 അനാഥ മന്ദിരത്തിൽ അവരോടൊപ്പം ഭക്ഷണം കഴിക്കണമെന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് എല്ലാ തിരുവോണത്തിലും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. മണ്ഡലത്തിൽ തന്നെ ചില അനാഥ മന്ദിരങ്ങളുണ്ട്. അതുപോലെ മെഡിക്കൽ കോളേജിൽ വലിയ സദ്യ വിളമ്പേണ്ടതുണ്ട്. അതിനൊക്കെ പോകാൻ തയ്യാറെടുത്തിരിക്കുക. അപ്പോൾ അത് ഉഷാറായി നടക്കട്ടെ. അതിനിടയ്ക്ക് നമ്മൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വാർത്തയെക്കുറിച്ച് എനിക്ക് മിനിസ്റ്ററുടെ ഒരു പ്രതികരണം അറിയണമെന്നുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷം അതിനെ ഒരു രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു, ബദൽ സംഗമം മറുഭാഗത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. യഥാർത്ഥത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ശബരിമലയ്ക്ക് ഗുണമുണ്ടാകുമോ എന്നൊരു ചോദ്യം പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. ഇതൊരു തട്ടിക്കൂട്ട് പരിപാടിയല്ലേ എന്നാണ് ചിലർ ചോദിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വർഷം മുൻപ് തീരുമാനിച്ചിരുന്നൊരു പരിപാടിയാണ്. ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. രണ്ട് കാര്യങ്ങളിൽ പ്രേക്ഷകർക്ക് സംശയമുണ്ട്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് ഇതിൻ്റെ സ്പോൺസർഷിപ്പ്, അതെങ്ങനെയാണ്, അതിന് സുതാര്യതയുണ്ടാകുമോ? രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൽ പങ്കെടുക്കുന്ന ആളുകളെ നമ്മൾ എങ്ങനെ നിശ്ചയിക്കും എന്നുള്ളൊരു കാര്യം. മിനിസ്റ്റർ, ഇതിൽ ഒന്നാമത്തെ കാര്യത്തിൽ സ്പോൺസർഷിപ്പ്, ശബരിമലയുമായി ബന്ധപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ മുമ്പ് തന്നെ തീർത്ഥാടന കാലഘട്ടത്തും വിശേഷ സന്ദർഭത്തിലും പല കാര്യങ്ങളിൽ അവർ സഹകരിക്കാനും സ്പോൺസർഷിപ്പുമായി മുന്നോട്ട് വരാറുണ്ട്. ഈ വിഷയത്തിലും ഏതാണ്ട് 72ഓളം ആളുകൾ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇവിടെ നടക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ എന്ത് ചെയ്യണം, എങ്ങനെ സഹകരിക്കണം എന്നറിയിച്ചാൽ ആ തരത്തിൽ അവർ സഹായിക്കാനും തയ്യാറാണ് എന്ന് കാലേകൂട്ടി അറിയിച്ച വിവിധ വ്യക്തികളും സ്ഥാപനങ്ങളും ഒക്കെയുണ്ട്. അതിൽ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും അടക്കമുണ്ട്. അപ്പോൾ പൊതുവിൽ ഈ കാര്യത്തെ സംബന്ധിച്ചൊരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റിത്തീർക്കുക എന്ന ആത്യന്തികമായ ലക്ഷ്യമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ച ഈ ആശയം. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരാളുടെയും ആക്ഷേപത്തിന് അടിസ്ഥാനമില്ലെന്ന് മാത്രമല്ല, ഇവിടെ സുതാര്യമായി കൃത്യമായി കഴിഞ്ഞ തീർത്ഥാടന കാലഘട്ടം പരാതിരഹിതമായി നടന്നപോലെ തന്നെ ഭാവിയിലും തീർത്ഥാടന കാലഘട്ടം പരാതിരഹിതമായി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളുമാണ്. അതായത് ഈ സ്പോൺസറുടെ കയ്യിൽ നിന്ന് പൈസ നേരിട്ട് ദേവസ്വം ബോർഡോ നേരിട്ട് സർക്കാരോ വാങ്ങുന്നില്ല, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് മിനിസ്റ്റർ? ഇല്ല, അതെ, ഒരു പൈസ പോലും സർക്കാർ വാങ്ങില്ല. അതേസമയത്തിൻ്റെ സംഘാടക സമിതി പ്രധാനമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് കൃത്യമായി അതിനെല്ലാം സുതാര്യമായി സംവിധാനം, ആര് പൈസ തരുന്നു, എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതെല്ലാം കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള നീക്കങ്ങളാണ് അതിനകത്ത് ഇതിനോടൊപ്പം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് അതായത് പ്രതിപക്ഷം യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ രൂപത്തിലാണ് ആ വിഷയത്തെ കാണുന്നത്. ഇതിന് രാഷ്ട്രീയം കാണേണ്ട ഒരു കാര്യവുമില്ല. നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് അങ്ങേക്ക് അറിയാം, നമ്മൾ നവകേരള സദസ്സ് സംഘടിപ്പിച്ചപ്പോൾ അവരെടുത്തൊരു നിലപാടുണ്ട്. അതുപോലെ ലോക കേരള സഭ സംഘടിപ്പിച്ചപ്പോൾ അവരെടുത്ത നിലപാടുണ്ട്. വിഴിഞ്ഞം തുറമുഖം വന്നപ്പോൾ അവരെടുത്ത നിലപാടുണ്ട്. കേരളത്തിലെ എത്രയോ നല്ല വികസനത്തിൻ്റെ വിസ്മയങ്ങൾ തീർക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നപ്പോഴെല്ലാം കേരളത്തിലെ പ്രതിപക്ഷം ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ടല്ല നിന്ന്. ഇവിടെ പിന്നെ ഒരു ഗുണം, പ്രതിപക്ഷത്തെ എല്ലാവരും ഒരുപോലെയല്ല ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് രണ്ടു കൂട്ടർക്കും മനസ്സിലായി. എങ്ങനെയെന്ന് ചോദിച്ചാൽ അവർ UDF കൂടിയിട്ട് ഇതിനെ ബഹിഷ്കരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അർത്ഥം ഈ കാര്യത്തെ സംബന്ധിച്ചോളം UDFനകത്ത് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, മറിച്ച് അവർക്ക് ഈ കാര്യത്തിൽ രാഷ്ട്രീയമായ വിഷമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവരുടെ ആശങ്കയും പ്രശ്നങ്ങളും. യഥാർത്ഥത്തിൽ ഇതിനകത്ത് രാഷ്ട്രീയമില്ല. അവരുൾപ്പെടെയുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അയ്യപ്പ തീർത്ഥാടന പ്രശ്നം മാത്രമാണ്.
ഈ നമ്മൾ യുവതീ ഉദ്ദേശിച്ചത്. പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൊടുത്ത സത്യവാങ്മൂലത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമോ എന്നൊരു ചോദ്യം പ്രതിപക്ഷവും ചോദിക്കുന്നുണ്ട്, BJP-യും ചോദിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഇപ്പൊ അത്രയൊരു വിഷയം ചർച്ചയ്ക്കെടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അയ്യപ്പ സംഘവും യുവതീ പ്രശ്നവും യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ചാ വിഷയം അജണ്ടയിലേ ഇല്ല. ഇത് ശബരിമലയിലല്ല നടക്കുന്നത്, മറിച്ച് പമ്പയിലാണ് നടക്കുന്നത്. പമ്പയിൽ നടക്കുന്ന ഈ സംഗമം ശബരിമലയുടെ വികസനവും ഇതൊരു ആഗോള തീർത്ഥാടന കേന്ദ്രവുമായി മാറ്റി തീർക്കുക എന്ന ഒറ്റ കാര്യം മാത്രമാണ് ഈ കാര്യത്തിലുള്ളത്. മറ്റൊന്ന്, അങ്ങ് ചോദിച്ച ഒരു കാര്യത്തിലൂടെ ഉത്തരം പറയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ പ്രാതിനിധ്യം തീരുമാനിക്കുന്നത്? കൃത്യമായി ഇവിടെ വന്നു പോകുന്ന അയ്യപ്പ ഭക്തന്മാരുടെ എല്ലാം ലിസ്റ്റ് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ കയ്യിലുണ്ട്. അത് ദീർഘകാലമായി വന്നു പോകുന്ന അയ്യപ്പ ഭക്തന്മാരും ഒപ്പം ചില സംഘടനകളെ പ്രതിനിധാനം ചെയ്ത് വന്നു പോകുന്ന അയ്യപ്പ ഭക്തന്മാരും അങ്ങനെയുള്ള ആളുകളെ നോക്കി അവർക്ക് മെസ്സേജ് കൊടുത്തിട്ട് ആ തീർത്ഥാടകരെ തന്നെ ക്ഷണിച്ച് ചില സംഘടനകൾ, വിവിധ സംസ്ഥാനങ്ങളിൽ അയ്യപ്പ ക്ഷേത്രങ്ങളും സംഘവും ഉണ്ട്, വിദേശ മലയാളികളും അതുപോലെ ഉണ്ട്. അത്തരം സംഘടന ഇപ്പം ലോക കേരള സഭ, അതുപോലെ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ, അതിൽ നിന്നെല്ലാം വരുന്ന അയ്യപ്പ ഭക്തന്മാരുണ്ട്. അങ്ങനെയുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രാതിനിധ്യം നിശ്ചയിച്ച് ദീർഘകാലമായി ഇവിടെ വന്നു പോകുന്ന, ഇപ്പോൾ 3 പതിറ്റാണ്ട് കാലമായി ശബരിമല വന്നു പോകുന്ന തീർത്ഥാടകരുണ്ട്. ചില സംഘങ്ങളുണ്ട്. ഇപ്പോൾ ആലങ്ങാട്ട് സംഘം, അമ്പലപ്പുഴ സംഘം, ഇവരെല്ലാം ശബരിമലയിൽ പ്രത്യേകമായ ഒരു സംഘം എന്ന രൂപത്തിൽ വന്നു പോകുന്നവരാണ്. ഇങ്ങനെ വരുന്നവരുടെ എല്ലാം പ്രതിനിധികളെ അവരുമായി ആശയവിനിമയം നടത്തി അത്തരം ആളുകൾക്ക് പ്രാതിനിധ്യം നിശ്ചയിച്ച് അവർക്ക് അഭിപ്രായം പറയാനുള്ള, എഴുതി തരാനുള്ള അവസരം കൊടുത്ത് അവരെല്ലാം തരുന്ന നിർദ്ദേശങ്ങൾ, ഭാവിയിൽ ഇവിടെ എത്തിച്ചേരുമ്പോൾ എന്തെല്ലാം സഹായങ്ങളും സൗകര്യങ്ങളുമാണ് അവർക്ക് ഉറപ്പാക്കേണ്ടത്, ഇന്നുള്ള പോരായ്മകൾ എന്താണ്, അതുപോലെ ഇപ്പോൾ എയർപോർട്ട് വരുന്നു, അതുപോലെ റെയിൽവേ കണക്ഷൻ വരുന്നു, ഇതെല്ലാം വരുമ്പോൾ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിക്കുന്നു. അപ്പോൾ ശബരിമലയ്ക്ക് ഇപ്പോൾ തയ്യാറാക്കിയുള്ള മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് 3 ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം അവർക്ക് അവരുടേതായ ഒരു അഭിപ്രായം പറയാനും ഉഷാറായിട്ട് തന്നെ പരിപാടികൾ നടക്കട്ടെ. പ്രതിപക്ഷത്തിന്റെ സംശയങ്ങൾ കൂടി തീർത്തു കൊടുക്കാൻ മിനിസ്റ്റർക്ക് സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്.